നമ്മളെ കുട്ടികൾ ആണായാലും പെണ്ണായാലും ഒരു സമൂഹത്തിന് ബാധ്യതയാവുന്ന ഒരു തെറ്റ് ചെയ്യുമ്പോൾ അത് ഏറ്റവും അവസാനം അറിയുന്ന വ്യക്തി നമ്മളായിരിക്കും. നമ്മളെ നാട്ടുകാർ, അയൽവാസികൾ, കുടുംബക്കാർ, എന്തിനേറെ നമ്മളെ വീട്ടുകാർ തന്നെ അറിഞ്ഞാലും നമ്മളോട് പറയൂല. അതിന് 2-3 കാരണങ്ങളായിരിക്കും. ഒന്നാമത്, ഞാനിപ്പോൾ ഓളോട് അങ്ങനെ പറഞ്ഞാൽ ഓളെന്ത് വിചാരിക്കും, ഓളെ മോനെ പറ്റി പറഞ്ഞാലേ മോളെ പറ്റി പറഞ്ഞാലേ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. വേറൊരു കൂട്ടരെ ഓലായി ഓരോ പടയെ ഓരെന്തേ ആയിക്കോട്ടെ, നമുക്ക് നമ്മളെ മക്കളെ കാര്യം നോക്കിയാൽ പോരെ എന്ന് ചിന്തിക്കുന്ന രണ്ടൊരു കൂട്ടർ. ഈ ഏറ്റവും കുറഞ്ഞ ആൾക്കാരുണ്ടാവും, വിരലിലെണ്ണാവുന്ന ആൾക്കാർ, എന്താ ഓൽക്ക് അങ്ങനെ തന്നെ വേണം, ലേശം അമ്പത്തര വീട്ടിൽ അങ്ങനെ തന്നെ, അങ്ങനെ ചിന്തിക്കുന്ന ചുരുക്കം ചില ആളുകളുണ്ടാവും. ഇത് ഏത് വിധത്തിലായാലും ഏറ്റവും അവസാനമായിരിക്കും നമ്മളറിയാം നമ്മളെ കുട്ടികളെ കുറ്റം, നമ്മളെ കുട്ടികൾ ഇങ്ങനെയാണ്. അപ്പോഴേക്കും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവും. എനിക്കിതേ പറയാനുള്ളൂ, ഏതൊരു കുട്ടികളായാലും ഇങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുന്നതായിട്ടോ, എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്യുന്നതായിട്ടോ, ഈ കളവ് കേസോ എന്തെങ്കിലും ചെയ്യുന്നതായിട്ടോ നമ്മളെ ശ്രദ്ധപ്പെട്ടാൽ അത് നമ്മൾ അറിയുന്ന ഫാമിലി ആണെങ്കിൽ ഓരെ ഒന്ന് അറിയിക്കുക. എനിക്ക് അതേ പറയാനുള്ളൂ. എനിക്ക് എൻ്റെ അനുഭവമാണ് പറയുന്നത്. ഒരിക്കലും ഒരാളും ഞങ്ങളോട് പറഞ്ഞിരുന്നില്ല. ഞങ്ങളെ കുടുംബത്തിലുള്ള ആളുകൾ തന്നെ അറിഞ്ഞിട്ടും നിങ്ങളെ മോൻ ഇങ്ങനെയാണ്, നിങ്ങളെ മോൻ ഇങ്ങനത്തെ ഒരു തകരാറുണ്ട് എന്ന് ഞങ്ങളോട് ആരും പറഞ്ഞിരുന്നില്ല. പറഞ്ഞിരുന്നെങ്കിൽ, കുറച്ചുകൂടി മുമ്പേ അറിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയെന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു. ഒരു അമ്മയായാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. മക്കൾ തെറ്റ് ചെയ്താൽ അത് ന്യായീകരിക്കാൻ പോകരുത്. അതായത് തെറ്റാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നോക്കണം. ഈ അമ്മ അറിഞ്ഞപ്പോൾ പല പ്രാവശ്യം ഈ മകനെ തിരുത്താൻ നോക്കി. പക്ഷേ അതൊന്നും ചെവിക്കൊണ്ടില്ല. അവൻ അവരെ ഉപദ്രവിക്കുവാനായിട്ട് തുടങ്ങി. പിന്നെ അവരൊട്ടും മടിച്ചില്ല. അവർ തന്നെ, ഈ അമ്മ തന്നെ പോലീസിൽ വിവരം അറിയിച്ച് തൻ്റെ മകനെ പിടിപ്പിക്കുകയാണ് ചെയ്തത്. പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ അത് മൂടി വെച്ചിട്ട് മറ്റുള്ളവരുടെ തലയിലേക്ക് ആ കുറ്റമെല്ലാം പഴിചാരുന്ന ആ രീതി ഉണ്ടാകരുത്. ആ അമ്മ പറയുന്ന, ഹൃദയം നുറുങ്ങി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ മകൻ തെറ്റ് ചെയ്യുന്നത് കുറച്ച് നേരത്തെയാണ് ഞാൻ അറിഞ്ഞിരുന്നതെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷേ എല്ലാം കൈവിട്ടു പോയി. അവസാനമാണ് ഞാൻ അറിയുന്നത്. ഇങ്ങനെയാണ് പല കുടുംബങ്ങളിലും സംഭവിക്കുന്നത്. അതായത് നാട്ടുകാരറിഞ്ഞു, വീട്ടുകാരറിഞ്ഞു, ബന്ധുക്കൾ അറിഞ്ഞു, എല്ലാവരും അറിഞ്ഞു. പക്ഷേ ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ അവസാനമാണ് അറിഞ്ഞത്. അതുകൊണ്ടാണ് എനിക്ക് മകനെ തിരുത്താൻ സമയം കിട്ടാതെ വന്നു. ഏറ്റവും അവസാനമാണ് ഞാൻ അറിഞ്ഞത് എന്ന് പറഞ്ഞ് ആ അമ്മ ഹൃദയം നുറുങ്ങുന്നുണ്ട്. ആ അമ്മ 2-3 കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. നിങ്ങൾ, അതായത് ആര് തെറ്റ് ചെയ്താലും അവരുടെ മാതാപിതാക്കളെ ഒന്ന് അറിയിക്കുക എന്ന് ആ അമ്മ ഹൃദയം നുറുങ്ങി പറയുന്നുണ്ട്. അങ്ങനെയാണ് യഥാർത്ഥ അമ്മ. അല്ലാതെ അത് മൂടി വെക്കരുത്. എനിക്കെന്താ കാര്യം, അവരുടെ കാര്യത്തിൽ എന്തിന് ഞാൻ ഇടപെടണം, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ വരട്ടെ എന്നൊക്കെ പറയുന്ന ഒരു സമൂഹമാണ് ഇന്ന് നമുക്കുള്ളത്. ആ അമ്മ പറയുന്ന സത്യസന്ധമായ കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഞാൻ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആ അമ്മ പറഞ്ഞതുപോലെ തന്നെ നമുക്കും നമ്മുടെ ചുറ്റുമുള്ള അവരും നമ്മളുടെ ഒരു സഹോദരങ്ങളാണെന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ അവരെ തിരുത്താനായിട്ട് നോക്കുകയാണ്. അവരെ നമ്മളുടെ കൂട്ടത്തിലേക്ക് ചേർത്ത് പിടിക്കാനാണ് നോക്കേണ്ടത്. പക്ഷേ ആ അമ്മ നമുക്കൊരു മാതൃക തന്നെയാണ്. അതായത് ആ അമ്മയാണ് പോലീസിലേക്ക് വിളിച്ച് പറഞ്ഞ് അവനെ പിടിപ്പിക്കുന്നത്. കാരണം എല്ലാം കൈവിട്ടു പോയി. ഇനിയും തങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കിയ അവസരത്തിൽ ആ അമ്മയെ നമുക്ക് ആ അമ്മയുടെ വാക്കുകൾക്ക് നമുക്ക് വില കൊടുക്കാം.